കേരളത്തിലെ ജനതയോടാണ് ഗെറ്റ് റെഡി. ജനത മീൻസ് പാരൻസിനോട്. കുട്ടികളെ അയക്കുന്നതിന് മുന്നേ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കൂളിൽ നിന്ന് പലതരം ആക്രമണങ്ങളും അനീതികളും നടക്കുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് നിൽക്കാനാണ് പറഞ്ഞു തരുന്നത്. കാരണം റെസിപ്റ്റ് ഇല്ലാണ്ട് 500 റുപ്യ വേണ്ട. റെസിപ്റ്റിലെ പ്രഥമൻ ചാലഞ്ച്, കുന്തൻ ചാലഞ്ച്, മാങ്ങാത്തൊലി. കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇത് മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്. അപ്പോൾ കണ്ട ട്രാൻസ്ലേറ്റ് പേജ് ഓഫ് മലയാളം എന്നെല്ലാം പറഞ്ഞാലോ വേഗം. ഈ സാധനം വന്നൊരു മിനിറ്റ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വേണമെന്നാക്കി ഇംഗ്ലീഷ്, മലയാളം വേണമെന്നാക്കി മലയാളം, അങ്ങനെ എല്ലാം ആക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അടിച്ചിട്ട് ഈ മലയാളം എഴുതിയാലും താഴോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മംഗ്ലീഷിലല്ല, ഇംഗ്ലീഷിൽ തന്നെ ഉള്ളു കേരള എഡ്യൂക്കേഷൻ റൂൾസ്. അതുകൊണ്ട് കസേര അടിച്ച് പൊളിച്ചാളെല്ലാം മന്ത്രിയാകുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നും ചെയ്യാൻ കഴിയില്ല. കസേര അടിച്ച് പൊളിച്ചാൾ, മറ്റേ ബസ് കത്തിച്ചാൾ, മറ്റേ ചന്ദനം കട്ടിച്ചും കേസെടുക്കാത്ത കുറേ ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഓരോ സ്ഥാനത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നീതി കിട്ടൂല. നീതി കിട്ടണമെങ്കിൽ IAS ആറും IPS ആറും ഇവരെല്ലാം ഇരുന്നിട്ട് തീരുമാനിച്ചിട്ട് ചില കാര്യങ്ങൾ എഴുതും. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ അലാക്കിൻ്റെ അവലും കഞ്ഞിൻ്റെ ഇംഗ്ലീഷാണ് കേരള എഡ്യൂക്കേഷൻ റൂൾസ്. എന്താണ് കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും. അപ്പോൾ ഇത് കംപ്ലീറ്റ് വായിക്കണം. എടാ എന്തെല്ലാം ഉണ്ട്, പ്രിലിമിനറി ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്കൂൾസ്, മാനേജ്മെൻറ്റ് ഓഫ് പ്രൈവറ്റ് സ്കൂൾസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഈ മന്ത്രി മലക്കം പറയുന്ന മന്ത്രിയോ നിയമം ഉണ്ടാക്കാൻ പറ്റാത്ത മന്ത്രിമാർ നമ്മളെ നാട് ഭരിക്കുമ്പോൾ നിങ്ങൾക്കാകെ ചെയ്യാൻ പറ്റുന്നത് ബ്രൂട്ടൽ റെവല്യൂഷൻ ഒഴിവാക്കിയിട്ട് EVM മെഷീന് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. നോട്ട പ്രസ് നോട്ട. ഇന്ത്യയിൽ നിന്ന് കമ്മീഷണർ വരും. ഇന്ത്യയിലെ കമ്മീഷണർ ഇന്ത്യയിൽ നിന്ന് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് കമ്മീഷനല്ല, ഇലക്ഷൻ കമ്മീഷനല്ല. അപ്പോൾ പറയാനുള്ളത് ഡിസിപ്ലിനും പ്രോപ്പർട്ടി ഓഫ് എയ്ഡഡ് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ വായിക്കാൻ ശ്രമിക്കുക. പാരൻസിനോടാണ് പറയുന്നത്, അല്ലാണ്ട് രാഷ്ട്രീയക്കാരോടല്ല. രാഷ്ട്രീയക്കാർ നിങ്ങൾ കൊടി കൊടുക്കുക, ബാക്കി ഇന്ത്യൻ സിറ്റീസൺ തീരുമാനിച്ചോളൂ എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ എന്നും ക്യാമ്പസിൽ കൊടി കൊടുക്കുക, ഇന്ത്യൻ സിറ്റീസനെ ക്യാമ്പസിൽ കയറ്റവും നോക്കട്ടെ. അപ്പം പാരൻസിനോടാണ് പറയുന്നത്, റീഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, പ്രൊട്ടക്ട് യുവർ ചൈൽഡ്.